ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ആ കേസിൽ ഇപ്പോൾ ഇ ഡി വരണം എന്നുള്ളത് ആരുടെ ആവശ്യമാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇ ഡി വരേണ്ടത് മറ്റാരുടെ ആവശ്യമല്ല, ശ്രീ പിണറായി വിജയൻ്റെയും അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ആവശ്യമാണ്. അതിൻ്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 3 സഖാക്കൾ, അത് എസ്റ്റാബ്ലിഷ്ഡ് സഖാക്കളാണ്, അവർ ഇപ്പം അകത്ത് കിടക്കുകയാണ്. മറ്റൊരാളെ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരാൾ കേരളത്തിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് തന്നെ ഈ പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈമുഖ്യമുണ്ട്, ശങ്കർദാസിന്. അത് ആരുടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏതായാലും ഉണ്ട്. അത് ഇനി അയാൾ സഖാവൊന്നുമല്ല, ഇത് എന്തായാലും അല്ല, CPI ആയിട്ട് ബന്ധപ്പെട്ട ആളാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും ഇതിൻ്റെ കാര്യം, അതിൻ്റെ ആവശ്യം നമ്മൾ നോക്കിക്കോളൂ. ആദ്യമായിട്ട് വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളരെ വേണ്ടപ്പെട്ടവനാണ്, ശ്രീ പിണറായി വിജയൻ്റെ വളരെ അടുത്ത ആളായിരുന്നു. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞ് അന്വേഷണം കുറച്ച് എഴഞ്ഞ് നീങ്ങി വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് ലേലം വിളികൾക്ക് ശേഷം അവസാനം അത് പത്മകുമാറിലെത്തി. ആദ്യം തന്നെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളാണ് പത്മകുമാർ. പക്ഷേ അതിന് പകരം അവിടെ വേറെ അതിനകത്ത് കുറേ ഡ്യൂപ്ലി ഉദ്യോഗസ്ഥന്മാരെയും ഇവരെയൊക്കെ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് എന്തായാലും അവസാനം വാസുവിനെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ട് വളരെ കഷ്ടപ്പെട്ട് SIT പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ അന്വേഷണം മുമ്പോട്ട് നീങ്ങിയിട്ടേ ഇല്ല, അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്നെല്ലാവരും ചിന്തിച്ചു. അതായത് അതിന് വേറെ ഈ ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരുപാട് പേര് അതിനെപ്പറ്റി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് അദ്ദേഹത്തിന് വളരെ അടുപ്പം ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നു. ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ ഒരു ബന്ധവുമില്ല, ഒരടുപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ഒന്ന് വാക്ക് മാറ്റി പറയുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായ ചില സൗഹൃദമുണ്ട്, പോറ്റിയായിട്ടുള്ള സൗഹൃദം നമുക്കൊന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അത് ഏതാണ്ട് സമ്മതിച്ചു, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണെന്ന് സമ്മതിച്ചു. പിന്നെ പറഞ്ഞു കേൾക്കുന്നത് ഈ അവിടെ അദ്ദേഹമായിട്ട് ഒരു ലെറ്റർ ഇയാളെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ ദേവസ്വം ബോർഡിലേക്ക് കൊടുത്തിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. അത് അറിഞ്ഞുകൂടാ, അതിന് ശരിയായ രീതി അന്വേഷിച്ചാലേ അറിയാവൂ. അത് നടക്കുമല്ലോ എന്ന് നമുക്കറിയാൻ പാടില്ല. ഇപ്പോൾ ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ അതുപോലെ തന്നെ PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു, SIT ചോദ്യം ചെയ്തു. അത് കഴിഞ്ഞേ ശനിയാഴ്ചയാണ്, പരമരഹസ്യമായിട്ടാണ് ചോദ്യം ചെയ്തത് കേട്ടോ. കാരണം വലിയ ആളല്ലേ, വളരെ രഹസ്യമായിട്ടാണ് ചോദ്യം ചെയ്തത്. കാരണം അത് SITയുടെ ഓഫീസിൽ വെച്ചല്ല, പോലീസ് ആസ്ഥാനത്ത് വെച്ചല്ല, അതുപോലെ അല്ലെങ്കിൽ കടകംപള്ളിയുടെ വീട്ടിൽ വെച്ചല്ല, അല്ലെങ്കിൽ കടകംപള്ളിയുടെ ഓഫീസുണ്ടെങ്കിൽ അവിടെ വെച്ചൊന്നും അല്ല ചോദ്യം ചെയ്തേക്കുന്നത്. വേറെ ഒരു പ്രൈവറ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ്, വളരെ അതീവ രഹസ്യമായിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ. അപ്പോൾ അതിനെക്കുറിച്ച് ശ്രീ കടകംപള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ചോദ്യം ചെയ്തത് എന്താണെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു. എന്തിനാണ് SIT ക്വസ്റ്റ്യൻ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് വേറൊന്നുമല്ല, ഈ 2019 ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രി ഞാനായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഇതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ചോദിച്ചാന്ന്. കാരണം SIT അഭിപ്രായം ചോദിക്കാൻ പോയതാ കടകംപള്ളിയുടെ അടുത്ത്. എങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങളുടെ അന്വേഷണം, നല്ലതാണോ, തൃപ്തികരമാണോ എന്ന് ചോദിക്കാൻ പോയതാണെന്നാണ് അദ്ദേഹം വെളിവാക്കിയത്. ആ രീതിയിലാണ് പറഞ്ഞത്. കൊള്ളാമോ, ഞങ്ങൾ നന്നാവുമോ, അങ്ങയുടെ അഭിപ്രായം എന്താണ്, ഇതറിയാനായിരിക്കും പോയത്. അത് കടകംപള്ളി അതായത് അദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള ഈ അന്വേഷണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞാണോ, അതോ SITക്ക് അറിയേണ്ട കാര്യങ്ങൾ കടകംപള്ളി അടുത്ത് ചോദിച്ചതാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. അത് അറിയാം. പക്ഷേ ഈ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ബന്ധമില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ആ സംഭവമായിട്ട് ബന്ധമുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. ഇതിൽ ഏറ്റവും വലിയ കള്ളനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അത് ഒരുപാട് പേരുടെ കയ്യിൽ അതിൻ്റെ റെക്കോർഡുകളുണ്ട്, ഫോട്ടോഗ്രാഫുകളുണ്ട്. അതൊന്നും AI നിർമ്മിതമൊന്നുമല്ല, അല്ലാതെ ഉണ്ട്, പ്രശ്നമാണ്, അങ്ങനെ ഉണ്ട്. പക്ഷേ
ഇതെന്താ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം തന്നെ 3 സഖാക്കൾ അകത്ത് കിടന്ന് ഉണ്ട തിന്നുകയാണ്, ജയിലിൽ സസുഖം കഴിയുകയാണ് കേട്ടോ, ജയിൽവാസം. അവർ 3 പേരും അവരുടെ ജാമ്യാപേക്ഷകളൊക്കെ തള്ളിയിട്ടുണ്ട്. അത് ഇനി വിജയകുമാരേ ഉള്ളൂ കൊടുക്കാൻ. വിജയകുമാർ ഇനിയിപ്പോൾ ഉടനെ കൊടുക്കും, അതും അത്ര എളുപ്പമൊന്നും ഉള്ളതല്ല. അപ്പോൾ ഈ സഖാക്കൾ അകത്ത് കിടക്കുമ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. ഇനി വന്ന ഒരു 3 മാസത്തിനകത്ത് ഈ ഇലക്ഷൻ വരേണ്ടതാണ്, സംസ്ഥാന ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ വരേണ്ടതാണ്. അപ്പോൾ ഇനി ഒരറസ്റ്റ്, അതായത് കടകംപള്ളിയുടെ അറസ്റ്റും കൂടെ താങ്ങാൻ CPM-ന് ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമാണ്. കാരണം അത് അവർ ഷാറ്റർ ചെയ്യപ്പെട്ടു പോകും. അതുകൊണ്ട് അവർ പല്ലും നഖം ഉപയോഗിച്ച് അതിനെ എതിർക്കും, അതിനെ ഡിസ്കറേജ് ചെയ്യും. അപ്പോൾ SIT-യെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് കേരള ഹൈക്കോടതിയാണെങ്കിൽ പോലും അതിലെ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് അവർ മനുഷ്യരാണ്. അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ അടുത്താണ്. ഈ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ആളുകളാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇത് മതി, ഇത്രയും മതി, ഇനി അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ കേട്ടേ പറ്റുള്ളവർ. ഹൈക്കോടതി അതും ഇതൊക്കെ പറയും, ശരിയാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വയറ്റിപ്പഴപ്പിൻ്റെ പ്രശ്നമാണ്, ഞങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ ഒക്കത്തില്ല, ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്നുള്ള രീതിയിൽ അവരെടുക്കും. അതാണ് ഒരു കാര്യം. അതുകൊണ്ടാണ് എനിക്കൊരു വലിയ വിശ്വാസമില്ല അറസ്റ്റ് ചെയ്യപ്പെടും എന്ന്. കാരണം ഈ ഒരു അറസ്റ്റും കൂടെ ആവുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വളരെ വലുതായിട്ട് അവരെ ഡാമേജ് ചെയ്യും. ഒന്നുമില്ലെന്നൊക്കെ പറയുന്നത് അത് വേറെ കാര്യം. സഹാക്കളകത്ത് കിടക്കുക, ഒരു നടപടി ഇന്ന് വരെ അവരുടെ പേരിൽ ആരുടെ പേരിലും എടുത്തിട്ടില്ല. അപ്പോൾ ഇനി അന്നേരമാണ് ED പതുക്കെ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ED ഇവിടെ അന്വേഷിച്ച കേസുകളൊക്കെ നമുക്കറിയാം എങ്ങനെയൊക്കെയാണെന്ന്. ഇപ്പം കരുവന്നൂർ ആ സൊസൈറ്റിയുടെ ആ കേസിനകത്ത് അന്വേഷിച്ചു. എന്തുവായി അന്വേഷണം? എവിടെ ചെന്ന് നിൽക്കുന്നു? അതവിടെ കിടക്കും, കോൾഡ് സ്റ്റോറേജിലാണ്, അതവിടെ നിൽക്കും. പിന്നെ അടുത്തത് ഇതേപോലെ തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അതന്വേഷിച്ചു, അതെവിടെ ചെന്നു? എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഇത് പിന്നെ അതേപോലെ തന്നെ ലൈഫ് മിഷൻ അതിൻ്റെ മാറ്റർ, ഇതെല്ലാം എന്തെന്നറിയോ? പിന്നെ അതോടുകൂടി ഒതുങ്ങും. അതിനൊരു കാരണമുണ്ട് ഒതുങ്ങാൻ. കാരണം PMLA ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്, 2002 നിയമമാണ്. ആ നിയമം അനുസരിച്ച് അതിലെ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഈ ആരെങ്കിലും വിളിച്ച് ഡോക്യുമെൻസും ഒക്കെ ഏത് ഡോക്യുമെൻറ്റും സീസ് ചെയ്യാം, ആരുടെ പൊസഷനിൽ നിന്ന് സീസ് ചെയ്യാം. അത് ബലമായിട്ട് കയറി അവിടെ ചെന്ന് അവിടെ അടച്ചിട്ടേക്കുന്ന ഭാഗമാണെങ്കിൽ അത് തല്ലിപ്പൊടിച്ചകത്ത് കയറി എടുക്കാം, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ആ ആളുകളുടെ ഇന്ന് വിവരം ശേഖരിക്കാം, ഇതെല്ലാം ചെയ്യാം. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് പിടിച്ചെടുത്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്തോന്നറിയോ? ഈ ഇൻവെസ്റ്റിഗേഷൻ അവർ കമൻസ് ചെയ്ത് കഴിഞ്ഞാൽ 365 ദിവസത്തേക്ക് ഈ ഡോക്യുമെൻ്റ് അവർക്ക് കീപ്പ് ചെയ്യാം, എല്ലാ ഡോക്യുമെൻസും കീപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി ഏതെങ്കിലും അല്ലാതെ അത് ആദ്യത്തെ വകുപ്പുകളനുസരിച്ച് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ ആ ക്വസ്റ്റ്യൻ ഇല്ല, ഇൻവെസ്റ്റിഗേഷനിൽ നിന്നിരിക്കട്ടെ. അല്ലാതെ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി, ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാൻ വേണ്ടി തന്നെ ഇവർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എവിടുന്നും ഡോക്യുമെൻറ്റ്സ് സീസ് ചെയ്തിട്ട് അത് ഫ്രീസ് ചെയ്യാം. ആ ഫ്രോസണായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അവർക്ക് ഒരു ചോദ്യവും പറച്ചിലുമില്ല, 180 അതായത് ദിവസം, 180 ഡേയ്സ്, അതായത് 6 മാസം അവർക്ക് സൂക്ഷിക്കാം. ഇനി ഇലക്ഷൻ നടക്കാൻ എത്ര ദിവസം വേണ്ടിയുണ്ട്? 6 മാസം ഇല്ലല്ലോ, 3 മാസമേ ഉള്ളൂ. അപ്പോൾ ഈ 3 മാസം ഒന്ന് നിന്ന് പഴിക്കണം. അപ്പോൾ ചോദിക്കും, എന്നാൽ അത് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇങ്ങനെ ഇതെടുത്തേക്കല്ലേ? FIR രജിസ്റ്റർ ചെയ്തുള്ള ക്രിമിനൽ കേസാണ് ഈ അന്വേഷിക്കുന്നത്. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഇവർ സീസ് ചെയ്ത് കഴിഞ്ഞാൽ 180 ദിവസം ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ 180 ദിവസവും ഈ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നിൽക്കും. അതാണ് കാര്യം. കാരണം മേലോട്ട് നീങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഇവർ ഇൻവെസ്റ്റിഗേഷൻ കമൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ മാറ്ററിൽ ഒരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ വേറെ ആർക്കും ചെയ്യാൻ പാടില്ല, പറ്റത്തില്ല, നിർത്തിയേ പറ്റുള്ളൂ. അവിടെ ഇൻവെസ്റ്റിഗേഷൻ വിൽ ബി പുട്ട് ഓൺ ഹോൾഡ്. അതാണ്. അപ്പോൾ ED വിളിച്ചു വരുത്തേണ്ടത് ആരുടെ ആവശ്യമാണ്? പക്ഷേ ED വരുന്നുടനെ ED ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയും. രഹസ്യ അന്തർധാര വളരെ സജീവമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഈ കേസുകളെല്ലാം ED വിളിച്ചു വരുത്തുന്നത് വേറെ ആരുമല്ല, ഇതിൻ്റെ പുറകിലുള്ള ആളുകൾ തന്നെയാണ് ഈ വിളിച്ചു വരുത്തുന്നത്.
വിളിച്ചു വരുത്തും. വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ എന്താണ്, ഇത് അതോടുകൂടി കോൾഡ് സ്റ്റോറേജിൽ പോവും, ഇതവിടെ നിർത്തും, കാര്യം അങ്ങ് തീരും. ഇത് അറസ്റ്റ് ചെയ്യപ്പെട്ട സഹാക്കന്മാർക്കൊക്കെ പതുക്കെ ജയിലിൽ നിന്ന് ഇറങ്ങാം. ഓരോ 1 by 1 ആയിട്ട് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി പിടിക്കപ്പെടേണ്ട ആളുകൾ അവർക്കൊക്കെ മറ്റവരെല്ലാം ജാമ്യത്തിലാണ്, ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്, മുൻകൂർ ജാമ്യം കൊടുക്കാം. അപ്പം ഇത് എന്നേക്കുമായി ഈ കാര്യം തമസ്കരിക്കപ്പെടും. അതാണ് ആവശ്യം. അതിൻ്റെ ആവശ്യം ആർക്കാണ്? നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ആർക്കാണെന്ന്. കൂടുതൽ പറയണ്ട, ഒരു ചെറിയ നാട്ടിൻപുറത്തുള്ള ഒരു ചെറിയ കഥയും കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. കൊല്ലനും കൊല്ലത്തെയും തമ്മിലുള്ള കളി, കൊല്ലനും കൊല്ലത്തെയും കളി എന്നാണ് അതിൻ്റെ ടൈറ്റിൽ കൊടുക്കുന്നത്. കൊല്ലനും കൊല്ലത്തെയും കൂടി ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്നേഹമാണ് അവർ തമ്മിൽ, ഒരു കുഴപ്പമില്ല. കൊല്ലത്തി മുറത്തിൽ ഒരു മുറം, അതിനകത്ത് അരി ഇങ്ങനെ പരതി അതിൽ നിന്ന് കേടായതൊക്കെ നുള്ളി പറക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊല്ലൻ ഇങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നോക്കിയപ്പോഴാണ് ഒരു ബന്ധു, അകന്ന ഒരു ബന്ധു കയറി വരുന്നു. ഇയാൾ വന്ന വലിയ ശല്യമാണ്. ഇവൻ അവിടെ കിടക്കും, ഇവൻ അവിടെ ചാപ്പാട് കൊടുക്കണം, വലിയ ശല്യമാണ്, ഇവരുടെ സ്വൈരത മുഴുവൻ നശിക്കും. അപ്പോൾ കൊല്ലനും കൊല്ലത്തി ഒന്ന് മുഖത്തോട്ട് നോക്കി. ഇയാൾ വന്നു. എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. ഒന്ന് കയറി. കൊല്ലനോടെ, നീ പറഞ്ഞാൽ കേൾക്കത്തില്ല അല്ലേടി, നീ ഭയങ്കര അഹങ്കാരി, നീ വന്ന് ഞാൻ പറയുന്നു, പിന്നെ നിങ്ങൾ പറയുന്നത് എന്തോ ഞാൻ അനുസരിക്കാം, ഞാൻ നിങ്ങളുടെ എന്തോന്ന്, ഞാൻ വലിഞ്ഞേറി വന്നൊന്നുമല്ല, നിന്നെ കെട്ടിക്കൊണ്ട് അന്ന് പോയി ഞാൻ മുടിഞ്ഞു കിടക്കാടി എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം കേട്ടോ. ഈ വന്ന അതിഥി ഉണ്ടല്ലോ, അയാൾ ഞെട്ടിപ്പോയി. ഈ ബഹളത്തിൻ്റെ ഇടയിൽ അങ്ങോട്ട് വന്ന്, നീ ഇങ്ങനല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ കൊല്ലത്തിയുടെ ഒരടിയും കൊടുത്തു. അല്ല, അപ്പോൾ കൊല്ലത്തി ഉണ്ടല്ലോ, നിങ്ങളെന്നെ അടിച്ചോ എന്ന് ചോദിച്ചിട്ട് ഈ മുറം എടുത്ത് ഒരൊറ്റ അങ്ങോട്ടൊക്കെ നീക്കി എറിഞ്ഞു. സൂക്ഷിച്ചാണ് എറിയുന്നത്. അങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞ് അപ്പം ഈ അതിഥി വന്ന ആൾ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല, ഞാൻ ഇങ്ങോട്ട് വന്നോ സ്വൈരമായിട്ട് നമുക്ക് ഇച്ചിരി നേരമൊക്കെ ഇരുന്ന് കാര്യം പറയാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്, പക്ഷെ ഞാൻ പോവുക എന്ന് പറഞ്ഞു. പിന്നെ കൊല്ലത്ത് കണ്ണീരൊക്കെ ഒലിപ്പിച്ച് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക, കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്, ഒക്കെ ഇരിക്കുകയാണ്. അപ്പം ഇയാൾ പോയി കഴിഞ്ഞ ഉടനെ കൊല്ലത്തി അടുത്ത് പറഞ്ഞു, നോവാതെ അടിച്ചത് കണ്ടോ? ഉടനെ ചിരിച്ചുകൊണ്ട് കൊല്ലത്തി പറഞ്ഞു, തൂവാതെറിഞ്ഞത് കണ്ടോ? അതായത് ഈ അരി മുറത്തിലുള്ളത് എങ്ങും നഷ്ടപ്പെട്ടിട്ടില്ല, പോയിട്ടില്ല. അപ്പോഴ് ഈ വെളിയിലിറങ്ങി പോയെന്ന് പറഞ്ഞ ഈ അതിഥി ഉണ്ടല്ലോ, നേരെ ഇങ്ങോട്ട് കയറി വന്നിട്ട് പോവാതെ നിന്നത് കണ്ടോ എന്ന് ചോദിച്ചു. ഇത് ഞാൻ പറഞ്ഞ ഈ സംഭവമായിട്ട് ഇത് ആർക്കെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തികച്ചും യാദൃച്ഛികം മാത്രം. എന്നാൽ ഇവിടെ ചോദിക്കും, ഇങ്ങോട്ട് വരുന്നുണ്ടേ, ഇവിടെ എന്തിന് കേരളത്തിലെ കാര്യം അന്വേഷിക്കാൻ കേരളത്തിൽ പോലീസുണ്ട്, കേരള സംസ്ഥാനത്തെ കാര്യം അന്വേഷിക്കാൻ ED വരേണ്ടതില്ല, ഇത് അന്വേഷിക്കാൻ ഇവിടെ പോലീസുണ്ട് എന്നൊക്കെ ഇരുന്ന് ചതുര വടിവിൽ നല്ല വൃത്തിയായിട്ട് സംസാരിക്കും. പക്ഷേ അവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ്. അറിഞ്ഞുകൊണ്ടാണ് കൊല്ലനും കൊല്ലത്തെയും കളിയാണ് ഈ നടക്കുന്നത്. ഇതിൽ കൊല്ലനാരെന്നും കൊല്ലത്തി ആരാണെന്നും പിന്നെ അതേപോലെ തന്നെ ഈ അതിഥി ആരാണെന്നും നിങ്ങൾ ചിന്തിച്ചോണ്ടാൽ മതി, ഞാനൊന്നും പറയുന്നില്ല.